ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ്. ഇറ്റ്സ് മീ അനസ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, റെഡി മക്കളെ. നമുക്കാണെങ്കിൽ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ എന്താ മക്കളെ ഈ പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ കേട്ടോ. നമുക്ക് ഏത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കൊറീസിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വെക്കാം. റൈറ്റ് SQL queries based on സ്റ്റുഡന്റ് ടേബിൾ. ഈ ഒരു സ്റ്റുഡന്റ് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ SQL query റൈറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വറീസ് ആയിട്ട് ഇവിടെ വെക്കാം. ആദ്യമായിട്ട് വെക്കാം, പുതിയൊരു പേഴ്സൻറ്റേജ് ടേബിൾ. അത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന കോളം ആണെങ്കിൽ എങ്ങോട്ട് ആഡ് ചെയ്യുക മക്കളെ? ഈ ഒരു ടേബിളിലോട്ട് ആഡ് ചെയ്യുക. പുതിയൊരു ഒരു പേഴ്സൻറ്റേജ് എന്ന കോളം ആഡ് ചെയ്യുക. നമുക്ക് ചെയ്തു വെക്കാം. ആദ്യമായിട്ട് വെക്കാം, എ പാർട്ട് ക്വസ്റ്റ്യൻ, ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം സ്റ്റുഡൻ്റ് എന്നാണ്. ഓക്കെ, സ്റ്റുഡൻ്റ് എന്നാണ്. എന്നിട്ട് നോക്കാം, പുതിയതായിട്ടൊരു കോളം ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓൾട്ടറിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ആഡ്. ആഡ് എൻ്റെ കോളം നെയിം എന്താ മക്കളെ? പേഴ്സൻറ്റേജ് ആണ്. പേഴ്സൻറ്റേജ് ആണല്ലേ? പേഴ്സൻറ്റേജ് ആണ്. പേഴ്സൻറ്റേജ് ആണ്. ടൈപ്പ് എന്ത് വരാം? ടൈപ്പ് എന്ത് വരാം? ടൈപ്പ് ഡെസിമൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് വരല്ല. അപ്പോൾ ഡെസിമൽ ഞാൻ 10,5 എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ, സൈസ് എല്ലാം കൊടുത്തു. നെക്സ്റ്റ് അടുത്ത് നോക്കാം, ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയുകയാണ്. അപ്ഡേറ്റ് ദ പേഴ്സൻറ്റേജ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസിൻ്റെ പേഴ്സൻറ്റേജ് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യുക? ടോട്ടൽ ബൈ 3 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? യെസ്, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് പേഴ്സൺ ആണ്. പേഴ്സൻറ്റേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് കോളം ടോട്ടൽ ഫ്രം സ്റ്റുഡൻറ്റ് ഇൻ കൊമേഴ്സ് ബാച്ച്. കൊമേഴ്സ് ബാച്ചിലുള്ള എന്താ ടോട്ടൽ കാണുക. എന്താണ് ആവറേജ് ഓഫ് കോളം ടോട്ടലിൻ്റെ ആവറേജ് വാല്യൂ ആണ്. നമുക്ക് നോക്കാം. സെലക്ട് ആവറേജ് വാല്യൂ ആണെങ്കിൽ ഇത് ഫംഗ്ഷൻ നമുക്ക് AVG ഫംഗ്ഷനിലുള്ള AVG ഫംഗ്ഷൻ ആണ്. ഇപ്പം AVG ഓഫ് ബ്രാക്കറ്റ് കൊടുക്കാം. ബ്രാക്കറ്റിൽ നിന്ന് കൊടുക്കാം നമ്മളെ ടോട്ടലിൻ്റെ കോളം കൊടുക്കാം. ടോട്ടൽ കോളത്തിൻ്റെ അപ്പോൾ ടോട്ടൽ കൊടുക്കാം. ടോട്ടൽ കൊടുത്തു. നെക്സ്റ്റ് അടുത്ത് നോക്കാം, ഫ്രം സ്റ്റുഡൻറ്റ് ആരുടെ, ഇവിടെ ടോട്ടൽ കോളത്തിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആരുടെ? കൊമേഴ്സ് ബാച്ചിന്റെ മാത്രം. ബാച്ച് ഇസിക്കൽ അഥവാ ഗ്രൂപ്പ് ഇസിക്കൽ കൊമേഴ്സ് കേട്ടോ. അപ്പൊ ടേബിളിലുള്ള കോളം പേരായിരിക്കണം. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ പറയുകയാണ്, ബാച്ച് എന്ന് പറയുകയാണ്. അവിടെ ബാച്ച് എന്ന് പറഞ്ഞ കോളം അതിനകത്ത് ഇല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഗ്രൂപ്പ് എന്നാണ് ഇവിടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്ന കോളത്തിന്റെ പേരിൽ. അപ്പൊ എന്ത് കൊടുക്കാം? ഗ്രൂപ്പ് ഇസിക്കൽ ടു എന്താ നമ്മളെ? കൊമേഴ്സ്. ഗ്രൂപ്പ് ഇസിക്കൽ ടു കൊമേഴ്സ് കേട്ടോ. ഗ്രൂപ്പ് ഇസിക്കൽ കൊമേഴ്സ്. ക്ലിയർ? സി ഡി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഡിലീറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ ഹ്യൂമാനിറ്റീസ് ബാച്ച്. ഹ്യൂമാനിറ്റീസ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഡിലീറ്റ് ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മളെ ഡിലീറ്റ് കമാൻഡ്. ബട്ട് അതായത് DML കമാൻഡ് കേട്ടോ. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് where group is equal to humanities. Okay, E part question നോക്കാം. E part question, find the number of students whose percentage greater than 90. Okay, number of students percentage greater than 90 കേട്ടോ. നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആണെങ്കിൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ അതാണ് കൗണ്ട് ഓഫ് സ്റ്റാർ. ഫൈൻഡ് എന്താണ്? സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഓക്കെ, വെയർ പേഴ്സൻറ്റേജ് ഗ്രേറ്റർ ദാൻ 90 കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് SQL എന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് നിന്ന് സ്ട്രക്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. നമ്മളിത് ലൈവ് ചെയ്തതാണ്, എന്നാലും ഇതിലേതുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇവിടെ വെക്കാം. റീഡ് ദ ഫോളോയിങ് കോഡ് സെഗ്മെന്റ് ഇൻഡ് A
ഓക്കെ 5 10 15 20 25 ഇൻറ്റു സ്റ്റാർ പി ഇസിക്കൽ ടു എ എന്ന് പറയുകയാണല്ലേ. പ്രഡിക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം CO2 സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ പി എങ്ങോട്ട് പോയിന്റ് ചെയ്ത് മക്കളെ, പി എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ അറയുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ പോയിന്റ് ചെയ്തില്ലേ. അപ്പോൾ എന്താ ഇവിടെ എ, ഇത് എങ്ങനെ എഴുതാൻ പറ്റിയത്, ഇൻറ്റു സ്റ്റാർ പി ഇസിക്കൽ ടു ആൻഡ് എ ഓഫ് 0 എന്ന് റൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കണം, ഇത് എങ്ങോട്ട് കൊടുക്കും, നമ്മുടെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതാണ് ലൊക്കേഷൻ കേട്ടോ, 2 3 4 അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ സ്റ്റാർ പി എന്തായിരിക്കും, പി എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, എ ഓഫ് 0 പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും 5 വരും. നെക്സ്റ്റ് CO2 സ്റ്റാർ പി പ്ലസ് 1, സ്റ്റാർ പിയുടെ വാല്യൂ 5 ആണ്. ദെൻ 5 പ്ലസ് 1 നമുക്ക് 6 വരും. നെക്സ്റ്റ് സ്റ്റാർ ഓഫ് പി പ്ലസ് 1, സ്റ്റാർ ഓഫ് പി പ്ലസ് 1 നമ്മളെ പി പ്ലസ് 1 അഥവാ പി പ്ലസ് 1 എന്ന് പറയുമ്പോൾ നോക്കാം, അതായത് പിയുടെ വാല്യൂ ഇതാണ്, പി പ്ലസ് 1 ഇതാണ്, പി പ്ലസ് 2 ഇതാണ്, പി പ്ലസ് 3 ഇതാണ്, പി പ്ലസ് 4 ഇതാണ് കേട്ടോ. അപ്പോൾ പി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു നമ്മളെ, സെക്കൻഡ് മെമ്മറി ലൊക്കേഷൻ പോയിന്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ എന്താ നമ്മൾ, അതിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 10 റിട്ടേൺ ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ട് നാളെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ എല്ലാവരും ലൈവുകളിൽ പങ്കെടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മുടെ സൂപ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ലൈവിലും പങ്കെടുക്കുക. മക്കളെ ഒരിക്കലും ലൈവുകൾ മിസ്സാക്കല്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.